ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 16-ാം തീയതി 351-ാമത്തെ ദിവസത്തിലെത്തി. 16 ദിനങ്ങൾ കൂടിയാണ് ഈ ആണ്ടൊന്ന് കടന്നു പോകാനായിട്ട് അവശേഷിച്ചിട്ടുള്ളത്. ഈ 16 ദിനം അത് പരമാവധി ഒന്ന് ഉപയോഗിച്ച് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറുമോ? അങ്ങനെയൊരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട് നല്ലൊരു കഥയുണ്ട്. ബുദ്ധനൊരു മരത്തണലില് ഇരിക്കുകയായിരുന്നു. ചുറ്റിലും ശിഷ്യന്മാര് അദ്ദേഹത്തിൻ്റെ അമൂല്യ വാക്കുകൾക്കായി കാതോർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ബുദ്ധൻ ശിഷ്യന്മാരെ നോക്കി ഇങ്ങനെ ചോദിച്ചു, ഒരു മനുഷ്യന്റെ ആയുസ് എത്ര കാലമാണ്? അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതെന്ന് പോലും ആ ശിഷ്യന്മാർക്ക് പിടുത്തം കിട്ടിയില്ല. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ശാക്യമുനി മറുപടിക്കായി കാത്തുകൊണ്ടിരുന്നു. ഒരു ശിഷ്യൻ പറഞ്ഞു 70 വർഷങ്ങൾ, മറ്റൊരുവൻ 60, മറ്റൊരുവൻ 50. മൂന്നും തെറ്റാണെന്ന് ബുദ്ധന്റെ മറുപടി വന്നു. 40 വേറൊരുവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ബുദ്ധൻ പറഞ്ഞു, അതുമല്ല. ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? ഒരു മനുഷ്യന് 40 വർഷത്തെ ആയുസ് പോലും ഇല്ലേ? ശിഷ്യന്മാര് അത്ഭുതപ്പെട്ടു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, അത് മനുഷ്യന്റെ ആയുസ് ഒരു ശ്വാസം വിടുന്ന സമയം മാത്രമാണ്. ശിഷ്യന്മാർ ചോദിച്ചു, വെറുമൊരു ശ്വാസം വിടുന്ന ദൈർഘ്യം മാത്രമേ മനുഷ്യനുള്ളൂന്നോ, ജീവിതത്തിനുള്ളൂ എന്നാണോ? ബുദ്ധൻ പറഞ്ഞു, ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ജീവിതം ഒരു നിമിഷ നേരത്തേക്ക് മാത്രമുള്ളതല്ല. നിങ്ങൾ ഓരോ നിമിഷത്തിലും ജീവിക്കണ്ടേ, അതും പൂർണ്ണമായിട്ട് ജീവിക്കണ്ടേ. ഒരു ശ്വാസഗതി നിലച്ചാൽ ജീവിതം അസ്തമിച്ചു പോകുമെന്ന് ധാരണ ഉള്ളില് എപ്പോഴും കൊണ്ടു നടക്കണ്ടേ, നിലനിർത്തേണ്ടേ. നിങ്ങളിൽ ചിലർ ഭൂതകാലത്തിൽ ജീവിക്കുന്നവരാണ്. ഭൂതകാലത്തെ അനുഭവങ്ങൾ അയവിറക്കിക്കൊണ്ട് നിലവിലുള്ള ജീവിതത്തെ ഏറ്റവും അരോചകമാക്കിക്കൊണ്ട് ഇങ്ങനെ വർത്തമാനകാലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ജീവിതമാണോ? അല്ല. ചിലരാവട്ടെ അജ്ഞാതമായ യാതൊരുവിധ അറിവുമില്ലാത്ത ഭാവി കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഭാവി കാലത്തെ പറ്റി ഓർത്ത് ആശങ്കാകുലരായി സങ്കടപ്പെട്ടുകൊണ്ട് ഒരു നിശ്ചയമില്ലാത്തവരായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരും വർത്തമാനകാലത്തെ നരകമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. യഥാർത്ഥമായി നമ്മുടെ മുമ്പിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് തൊടുവാനും എത്തിപ്പെടുവാനും പറ്റുന്ന നമ്മുടെ അധികാര പരിധിക്കുള്ളിലുള്ള വർത്തമാനകാലത്തെ കാണാതെ അതിനെ അവഗണിച്ച് അശക്തരായി, അശാന്തരായി, അന്ധന്മാരെ പോലെ നമ്മളിൽ മിക്കവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാവണം. പ്രതിനിമിഷം തോറും വർത്തമാനകാലത്തില് ശ്രദ്ധ ചെലുത്തി പൂർണ്ണ മനസ്കരായി ജീവിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. മനോഹരമായ ഈ ഒരു ആശയം യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തുമ്പോൾ. എന്തെന്നാൽ നമ്മുടെ ആയുസ് എന്താണ്? അത് അല്പനേരം കാണപ്പെടുകയും പിന്നെ മാഞ്ഞ് ഇല്ലാതായിത്തീരുകയും ചെയ്യുന്ന മഞ്ഞോ ആവിയോ ഒക്കെ പോലെയുള്ളതല്ലേ? അത്രയേ ഉള്ളൂ. പക്ഷേ ആ ഉള്ള നേരം അതെന്തുമാത്രം ഭംഗിയുള്ളതാണ്, അമൂല്യമാണ്. അതിനെ കുറെ കൂടി ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് മനുഷ്യാവതാരം ചെയ്ത
ഈ ക്രിസ്തുയേശു എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് തരുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രകാശത്തിൻ്റെ അനുഭവവും അറിവും. പ്രാർത്ഥനയോടെ ആമേൻ.